എല്ലാവർക്കും ക്രൗഡ് വൺ കോമ്പൻസേഷൻ പ്ലാനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോർജ് ഈപ്പൻ, ക്രൗഡ് വണ്ണിലെ ഇൻഡിപെൻഡന്റ് അഫിലിയേറ്റ്. നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് ഒന്ന് നോക്കാം. നമ്മുടെ കോമ്പൻസേഷൻ പ്ലാനിൽ പോകുന്നതിന് മുമ്പ്, കാരണം നമ്മുടെ പ്രോഡക്ട്സിന്റെ സെയിൽസ് ആണ് നമ്മുടെ കോമ്പൻസേഷനിലേക്ക് ടൈഡപ്പ്. നമുക്കിപ്പോൾ ഉള്ള പ്രോഡക്ട്സ് മിക്സ്റ്റർ, ലൈഫ് ട്രെൻഡ്സ്, ട്രിബ്യൂട്ട്, മൈൻഡോ, എപ്പിക് ലോട്ടോ, എഫൽഗോ. നമ്മുടെ അടുത്ത 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫ്യൂച്ചർ പ്രോഡക്ട്സ് ലിങ്ക് മീ, സോമി, പ്ലാനറ്റ് ഐഎക്സ്, മൾട്ടി വാളറ്റ്, എന്റർടൈൻമെന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലോട്ട്സ് ഓഫ് അതർ പ്രോജക്ട്സ് പ്രോഗ്രസ്സിലാണ്. നമുക്ക് 3 വേസ് നമുക്ക് ക്രൗഡ് വൺ ആയിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാം. കസ്റ്റമറായിട്ട് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ രജിസ്ട്രേഷൻ ഫ്രീ ആണ്. കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് ആ പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മെമ്പറായിട്ട് എൻഗേജ് ചെയ്യാം. ഇഷ്ടമുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുക. അത് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 അഡീഷണൽ ബോണസുകളോട് കിട്ടും. ഡിസ്കൗണ്ടിനുപരി സെയിൽസ് ബോണസ്, ആക്റ്റീവ് യൂസർ പൂൾ, ലോയൽറ്റി ബോണസ് ആൻഡ് ഫിയർ ഓഫ് ലോസ് ബോണസ്. അല്ലെങ്കിൽ നമുക്കൊരു ഓൺടർപ്രണർ ആയിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാം. ക്രൗഡ് വൺ ആയിട്ട് ഓൺടർപ്രണർ ആയിട്ട് എൻഗേജ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും അഡീഷണൽ 3 പവർഫുൾ ബോണസുകളാണ് നമുക്ക് കിട്ടുന്നത്. ക്രൗഡ് ബോണസ്, മാച്ചിങ് ബോണസ് ആൻഡ് റെസിജ്വൽ ബോണസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ പാക്കേജസ് നമുക്ക് നോക്കാം. നമുക്ക് 5 പാക്കേജുകളാണ്. വൈറ്റ്, ബ്ലാക്ക്, ഗോൾഡ്, ടൈറ്റാനിയം, ടൈറ്റാനിയം പ്രോ. ഓരോ പാക്കേജ് കൂടുമ്പോഴത്തേക്കും പ്രോഡക്ട്സിന്റെ ആനുകൂല്യങ്ങളും കൂടും. ഈ എക്സാമ്പിളിന് നമ്മൾ മിക്സ്റ്ററിന്റെ പ്രോഡക്റ്റ് ആണ് എടുക്കാൻ പോണേ. നമുക്ക് നമ്മുടെ കോമ്പൻസേഷൻ പ്ലാൻ പഠിക്കാനായിട്ട് എല്ലാ സ്റ്റാർട്ടർ പാക്കേജിലും 12 month സബ്സ്ക്രിപ്ഷൻ മിക്സ്റ്ററിന്റെ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മെമ്പേഴ്സിനെല്ലാം 12 മാസത്തെ സബ്സ്ക്രിപ്ഷനോട് കിട്ടുകയാണ് മിക്സ്റ്ററിന്റെ. ഓൺടർപ്രണറായിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും പവർഫുൾ കോമ്പൻസേഷൻ പ്ലാൻ ആണ് കമ്പനി നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് 7 ലെവൽ ബോണസ് ആണ്. ഓൺടർപ്രണറായിട്ട് അത് മെമ്പറായിട്ടും നമുക്ക് 7 ലെവൽ ബോണസ് ആണ്. സെയിൽസ് ബോണസ്, ആക്റ്റീവ് യൂസർ പൂൾ, ഫിയർ ഓഫ് ലോസ് ബോണസ്, സ്ട്രീം ലൈൻ ബോണസ്, ക്രൗഡ് ബോണസ്, മാച്ചിങ് ബോണസ് ആൻഡ് റെസിജ്വൽ ബോണസ്. എല്ലാ സ്റ്റാർട്ടർ പാക്കേജിന്റെ കൂടെ ലോയൽറ്റി പോയിന്റ്സ് കിട്ടും. വൈറ്റ് പാക്കേജ് ആണെങ്കിൽ 5000, ബ്ലാക്ക് ആണെങ്കിൽ 6000, ഗോൾഡ് ആണെങ്കിൽ 7500, ടൈറ്റാനിയം ആണെങ്കിൽ 15000 പോയിന്റ്സ് ലോയൽറ്റി പോയിന്റ്സ്, പ്രോ ആണെങ്കിൽ 30000 ലോയൽറ്റി പോയിന്റ്. ഈ ലോയൽറ്റി പോയിന്റ്സിന് നമ്മുടെ റിഫേർഡ് മെമ്പറിന് കിട്ടണമെങ്കിൽ ആദ്യത്തെ 14 ദിവസത്തിനുള്ളിൽ അവരുടെ പാക്കേജിന്റെ അകത്ത് എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടോ അതെല്ലാം പോയി ക്ലെയിം ചെയ്യണം. ഈ ലോയൽറ്റി പോയിന്റ്സ് ലോങ് ടേം എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള ഒരു ടൂളാണ്. ലോയൽറ്റി പോയിന്റ്സ് പൈസയ്ക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ലോയൽറ്റി പോയിന്റ്സ് പല ഡിഫറെന്റ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് പല പ്രോഡക്ട്സിനും ഡിഫറെന്റ് വാല്യൂ ആണ് ലോയൽറ്റി പോയിന്റ്സിന്. എന്താണ് ഈ ലോയൽറ്റി പോയിന്റ്സ്? പക്ഷെ അതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്ന ഈ പ്രോഡക്റ്റ്? നമുക്കിപ്പോൾ നമ്മുടെ ബാക്ക് ഓഫീസിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു സെക്ഷൻ വന്നിട്ടുണ്ട്, മൈ പാക്കേജ്. ആ പാക്കേജിൽ പുതിയ ആൾ പോയി ക്ലിക്ക് ചെയ്യുക. അതിൽ ഏതൊക്കെ പാക്കേജ് ഉണ്ടോ, ഏതൊക്കെ പ്രോഡക്റ്റുകളുണ്ടോ അത് പോയി ക്ലെയിം ചെയ്യണം 14 ദിവസത്തിനുള്ളിൽ. അപ്പോഴത്തേക്കും അവർക്ക് ആ ലോയൽറ്റി പോയിന്റ്സ് പാക്കേജ് അനുസരിച്ചിട്ട് കിട്ടും. എന്താണ് ഈ ലോയൽറ്റി പോയിന്റ്സ്?
നമ്മുടെ ആക്ടിവിറ്റീനെ, നമ്മുടെ ലോയൽറ്റീനെ ലോങ് ടേം ആയിട്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ലോയൽറ്റി പോയിന്റ്സ്. നമ്മുടെ എയർലൈൻ മൈൽസ് പോലെ തന്നെയാണ്. എയർലൈൻ മൈൽസ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ദൂരമാണെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ട് ലോയൽറ്റി പോയിന്റ്സ് കിട്ടുകയുള്ളൂ. ദൂരെ പോകുമ്പോഴത്തേക്കും ലോയൽറ്റി പോയിന്റ്സിന്റെ എമൗണ്ട് കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോയൽറ്റി പ്രോഗ്രാം നമ്മൾ എത്ര ഈ ബിസിനസ്സിന് റെഗുലർ ആയിട്ട് എൻഗേജ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് കമ്പനി നമ്മളെ ലോയൽറ്റി പോയിന്റ്സ് ആയിട്ട് റിവാർഡ് ചെയ്യും. ഈ ലോയൽറ്റി പോയിന്റ്സ് ക്യാഷ് ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാർട്ട് പേയ്മെന്റ് ആയിട്ട് നമ്മുടെ സി സ്റ്റോറിൽ കയറി പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ലോയൽറ്റി പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലോയൽറ്റി പോയിന്റ് തുടങ്ങിയത് ഏപ്രിൽ 7-ാം തീയതിയാണ്. പല ഫേസുകളായിട്ടാണ് ഇത് റോൾ ഔട്ട് ചെയ്യണത്. ഇപ്പം ഇതൊരു അക്യൂമുലേഷൻ ഫേസ് ആണ്, നമുക്ക് കളക്ട് ചെയ്യേണ്ട ഫേസ് ആണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറകെ നമ്മുടെ കമ്പനി നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ആദ്യത്തെ ബോണസ് സെയിൽസ് ബോണസ്. നമ്മൾ ഏത് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ ആ പ്രോഡക്റ്റിന് സെയിൽ നടക്കുമ്പോൾ തേർഡ് പാർട്ടി പ്രൊവൈഡർ ക്രൗഡ് വണ്ണിന് കമ്മീഷൻ കൊടുക്കും. ആ കമ്മീഷന് നമുക്ക് സെയിൽസ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടും. അടുത്ത ബോണസ് ആക്റ്റീവ് യൂസർ പൂൾ. ഓരോ പ്രോഡക്റ്റിനും ഓരോ പൂളുണ്ട്. നമ്മുടെ ഏത് പർച്ചേസിനും അതോ നമ്മൾ ആരെ റെഫർ ചെയ്യുന്ന പർച്ചേസിനും നമുക്ക് സെയിൽസ് ബോണസിനുപരി നമുക്ക് ആക്റ്റീവ് യൂസർ പൂളിലേക്ക് നമുക്ക് കയറാം. ഈ ആക്റ്റീവ് യൂസർ പൂളിൽ നമുക്ക് കയറണമെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിരിക്കണം. അതാണ് മിനിമം റിക്വയർമെന്റ്. അപ്പൊ ഏതൊരു വ്യക്തി ജോയിൻ ചെയ്യുവാണെങ്കിലും അവര് പ്രോഡക്റ്റ് നമുക്ക് മിക്സ്ഡ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് അതിന്റെ കൂടെ കിട്ടുമല്ലോ. അപ്പോഴത്തേക്കും അവരത് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടീം മെമ്പർ നമുക്ക് ഒരു ഷെയർ നമുക്ക് ആക്റ്റീവ് യൂസർ പൂളിലേക്ക് നമുക്ക് കിട്ടും. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ എടുക്കാം. മിക്സ്ഡ് സബ്സ്ക്രിപ്ഷൻ നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ ആർക്ക് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുവാണെങ്കിലും അവർക്ക് ഉണ്ട് 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ. സെയിൽസ് ബോണസും ആക്റ്റീവ് യൂസർ പൂളും എല്ലാ മാസവും ജനറേറ്റ് ചെയ്യുന്ന ഇൻകമാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മാസം നമുക്കിപ്പം മിക്സ്ഡറിന്റെ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ അല്ലേ കിട്ടുന്നത്. അപ്പോഴത്തേക്കും എല്ലാം അടുത്ത 12 മാസത്തേക്ക് നമ്മൾ മിക്സ്ഡറിന്റെ ആക്റ്റീവ് യൂസർ പൂളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. നമുക്കിപ്പോ 4 ടീം മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. നമ്മൾ 4 സ്റ്റാർട്ടർ പാക്കേജ് വിറ്റു. ആ 4 പേരും 14 ദിവസത്തിനുള്ളിൽ അത് ആക്ടിവേറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഓരോ ആളും ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഷെയറും ആക്റ്റീവ് യൂസർ പൂളിലേക്ക് പോവുക. നമുക്ക് ഒരു ആക്ടിവിറ്റി പോയിന്റിങ് നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കും മിക്സറിന് സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ആക്റ്റീവ് പോയിന്റ് കിട്ടും. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് ഡയറക്റ്റ് ഹയർസും കൂടെ മിക്സ്ചർ ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4 പേരാണെങ്കിൽ 4 അഡീഷണൽ പോയിന്റും കൂടെ നമുക്ക് ആക്റ്റീവ് പോയിന്റ് ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയില് ടോട്ടലി ഇപ്പം 5 ആക്റ്റീവ് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എത്ര ശതമാനമാണ് കസ്റ്റമർ സെയിൽസ് ബോണസും എത്ര ശതമാനമാണ് ആക്റ്റീവ് യൂസർ പൂളിലേക്കും പോണം. കമ്പനിക്ക് ഇപ്പൊ 100 യൂറോ പ്രോഫിറ്റ് ആണെങ്കിൽ 20 യൂറോ കമ്പനി ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കും. പിന്നെ 15 യൂറോ എന്ന് പറഞ്ഞാൽ 15% കമ്പനിക്ക് ഒരു ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. ബാക്കി 65% അല്ലെങ്കിൽ 65 യൂറോ ഈ എക്സാമ്പിളിൽ അടുത്ത ടേബിളിലേക്ക് സെക്കൻഡ് ടേബിളിലേക്ക് പോകും. ആ 65%ത്തിൽ നിന്ന് 15% കസ്റ്റമർ സെയിൽസ് ബോണസിലേക്കും 25% ആക്റ്റീവ് യൂസർ പൂളിലേക്കും പോകും. അപ്പോൾ
ആരൊക്കെ ആ പൂളിലുണ്ടോ ആ പൂള് എല്ലാവർക്കും വീതിക്കും. എല്ലാ മാസവുമാണ് ആക്റ്റീവ് യൂസർ പൂളും സെയിൽസ് ബോണസും നമുക്ക് കിട്ടുന്നത്. സെയിൽസ് ബോണസ് കിട്ടുന്നത് ക്രൗഡ് വണ്ണിന് ഏത് മാസമാണ് കമ്മീഷൻ കിട്ടുന്നത് തേർഡ് പാർട്ടിയുടെ നിന്ന്, അതിന്റെ അടുത്ത മാസമായിരിക്കും നമുക്ക് കമ്മീഷൻ ലഭിക്കുക. അതുപോലെ തന്നെ ആക്റ്റീവ് യൂസർ പൂൾ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ പാക്കേജ് വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും 12 month സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം എല്ലാവരും കൊണ്ട് ആദ്യത്തെ 14 ദിവസമുള്ളിൽ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പർ നമ്മൾ ഉൾപ്പെടെ അടുത്ത 12 മാസത്തേക്ക് ആക്റ്റീവ് യൂസർ പൂളിൽ നമുക്കുണ്ട്. പിന്നെ ആക്റ്റീവ് യൂസർ പോയിന്റും 12 മാസത്തേക്ക് നമുക്കുണ്ട്. ഫിയർ ഓഫ് ലോസ് ബോണസ്, അടുത്ത വെരി പവർഫുൾ ബോണസ്. ലോകത്തിലെ ആദ്യത്തെ ബോണസ് ആണ്. വെറും 14 ദിവസത്തിനുള്ളിൽ നമുക്ക് മുടക്കിയ കാശ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള അവസരം കൊണ്ട് കമ്പനി വന്നേക്കുകയാണ്. നമ്മളിപ്പോ കമ്പനി ഇപ്പൊ വൈറ്റ് പാക്കേജ് ജോയിൻ ചെയ്തു. ആദ്യത്തെ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ 4 വൈറ്റ് പാക്കേജ് വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ഒരു വൈറ്റ് പാക്കേജ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. ആ വൈറ്റ് പാക്കേജ് നമ്മൾ മറ്റുള്ള ആൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പേയ്മെന്റും കിട്ടും. അപ്പോൾ നമ്മൾ മുടക്കിയ കാശ് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ വൈറ്റ് പാക്കേജ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ 4 ബ്ലാക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കിട്ടും. 4 ഗോൾഡ് വിട്ടിട്ടുണ്ടെങ്കിൽ ഗോൾഡ് കിട്ടും. 4 ടൈറ്റാനിയം വിട്ടിട്ടുണ്ടെങ്കിൽ ടൈറ്റാനിയം കിട്ടും. മിക്സ് ആൻഡ് മാച്ച് വിൽക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പാക്കേജ് ഏതാണോ ആ മിക്സിൽ ആ പാക്കേജ് ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പോൾ നോക്കേണ്ടത്, നമ്മൾ വൈറ്റ് പാക്കേജ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ 4 ടൈറ്റാനിയം വിൽക്കുവാണെങ്കിൽ ഒരു ടൈറ്റാനിയം കോഡാണ് കിട്ടുന്നത്. ടൈറ്റാനിയം കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2499 യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.25 ലക്ഷം രൂപയാണ് നമുക്ക് ആദ്യത്തെ 14 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത്. ഭയങ്കര പവർഫുൾ ബോണസ് ആണ്. അതുകൊണ്ട് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് ആരും ബിസിനസ്സിൽ കയറുവാണെങ്കിലും. പിന്നെ ക്രൗഡ് ബോണസ്, നമ്മുടെ ഓൺടർപ്രണറിയൽ പാക്കേജില് ഓൺടർപ്രണറായിട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ ബോണസ് ആണ് ക്രൗഡ് ബോണസ്. നമ്മൾ ഏത് പാക്കേജ് നമ്മൾ വിൽക്കുവാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് കിട്ടും. നമ്മൾ വൈറ്റ് വിൽക്കുവാണെങ്കിൽ നമുക്ക് 60 പോയിന്റ്, ബ്ലാക്ക് പാക്കേജ് വിൽക്കുകയാണെങ്കിൽ 190 പോയിന്റ്, ഗോൾഡ് വിൽക്കുവാണെങ്കിൽ നമുക്ക് 500 പോയിന്റ്, ടൈറ്റാനിയം വിൽക്കുവാണെങ്കിൽ 1550 പോയിന്റ്, ടൈറ്റാനിയം പ്രോ വിൽക്കുവാണെങ്കിൽ 2250 പോയിന്റ്. നമുക്ക് 2 ടീമാണ് നമുക്ക് ഉള്ളത്, ഒരു ലെഫ്റ്റ് ടീം, ഒരു റൈറ്റ് ടീം. നമ്മുടെ 2 ടീമിലും സെയിൽ നടക്കുമ്പോഴാണ് നമുക്ക് ക്രൗഡ് ബോണസ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റൈറ്റില് ഒരാളെ നമ്മൾ വൈറ്റ് പാക്കേജ് വിറ്റപ്പോൾ നമുക്ക് 60 പോയിന്റ് കിട്ടി, നമുക്ക് ക്രൗഡ് ബോണസ് കിട്ടുകയില്ല. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ ഒരാളെ നമ്മൾ സെയിൽ നടത്തുമ്പോഴത്തേക്കും നമുക്ക് 1:1 റേഷ്യോ നമുക്ക് കിട്ടും. ലെഫ്റ്റിൽ നിന്നൊരു സെയില്, റൈറ്റിൽ നിന്നൊരു സെയില്, രണ്ടിന്റെയും പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 60 + 60 120 BP. BP എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് പോയിന്റ് ആണ് നമുക്ക് കമ്പനിയിൽ നമ്മൾ ഫോളോ ചെയ്യണം. 10 ബിസിനസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 യൂറോ. അപ്പം 60 + 60 120 BP നമുക്ക് 12 യൂറോ നമുക്ക് കമ്മീഷനായിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസിലേക്ക് കിട്ടും. പിന്നെ നമ്മൾ റൈറ്റിലെ ഡയറക്റ്റ് മെമ്പർ വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പോയിന്റും നിങ്ങളുടെ ടീം മെമ്പറിന് കിട്ടും, നിങ്ങൾക്കും കിട്ടും. അതാണ് ഈ ബിസിനസിന്റെ ഭയങ്കരമായ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലെവറേജിങ്. അപ്പൊ നമ്മുടെ ഒരു സൈഡില് ഡയറക്റ്റ് ഹയറോ ഇൻഡയറക്റ്റ് ഹയറോ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കും ആ പോയിന്റ് കിട്ടുകയാണ്. അപ്പൊ നമ്മുടെ റൈറ്റിൽ നിന്ന് ഒരാള് സെയിൽ നടത്തുന്നു, ലെഫ്റ്റിൽ നിന്ന് ഒരാൾ സെയിൽ നടത്തുന്നു, 2 സെയിലിന്റെ പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യുന്നു, അതിന്റെ 10% നമുക്ക് കിട്ടും. അതാണ് 1:1 റേഷ്യോ. ദെൻ വി ഹാവ് എ 1:2 റേഷ്യോ. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 സെയിൽ നടന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റിൽ ഒരു സെയിൽ നടക്കുവാണെങ്കിൽ നമുക്ക് കമ്പനി 3 സെയിലാണ് നമുക്ക് തരുന്നത്. വെള്ള പാക്കേജ് ആണെങ്കിൽ 60 × 3 180 BP, അതെന്ന് പറഞ്ഞാൽ 18 യൂറോ. ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും പവർഫുൾ ബൈനറി ബാലൻസ് ആണ് 1:3 റേഷ്യോ. വേറെ ഒറ്റ കമ്പനിയും കൊടുക്കുന്നില്ല. ഇവിടെ 3 പേര് ഒരു സൈഡിൽ ആദ്യം സെയിൽ നടത്തുന്നു, പിന്നെ മറ്റേ സൈഡിൽ ഒരാൾ
സെയിൽ നടത്തുവാണെങ്കിൽ കമ്പനി നമുക്ക് 4 സെയിലാണ് കൺസിഡർ ചെയ്യുന്നത്. വൈറ്റ് പാക്കേജ് ആണെങ്കിൽ 60 times 4 that is 240 BP. അപ്പൊ 24 യൂറോ നമുക്ക് ലഭിക്കും. ഇതേ സെയിം സമയത്ത് നമ്മൾ ടൈറ്റാനിയം പ്രോ ആണെങ്കിൽ വിൽക്കണമെങ്കിൽ 2250 പോയിന്റ് ഗുണം 4 9000 പോയിന്റ് നമുക്ക് ഒറ്റയടിക്ക് 900 യൂറോ നമ്മുടെ അക്കൗണ്ട് ബാലൻസിലേക്ക് വരും. അതാണ് മോസ്റ്റ് പവർഫുൾ കോമ്പൻസേഷൻ ബൈനറി പ്ലാൻ ഇൻ ദ വേൾഡ്. ഈ ക്രൗഡ് ബോണസ് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. പക്ഷെ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ 3 ബാലൻസിങ് 1:1 റേഷ്യോ, 1:2 റേഷ്യോ, 1:3 റേഷ്യോ. ഈ 3 സ്ഥാനത്തും റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഒരു ഗോൾഡ് പാക്കേജ് ആണ് വിചാരിക്കുക, 500 പോയിന്റ്. നമ്മളിപ്പോ 1:1 റേഷ്യോ നമ്മൾ എടുക്കുവാണെങ്കിൽ, നമ്മളിപ്പോ ലെഫ്റ്റിൽ ഒരു ഗോൾഡ് ഇടുവാണെങ്കിൽ 500 പോയിന്റ്. അപ്പം രണ്ട് സൈഡിലെ പോയിന്റ് ബാലൻസ് ആയിട്ട് നമുക്ക് 1000 BP നമുക്ക് അക്കൗണ്ടിലും കിട്ടും. പിന്നെ ബാലൻസ് പോയിന്റ് ഒന്നുമില്ല. രണ്ടാമത്തെ സിനാറിയോ 1:2 റേഷ്യോ, റൈറ്റിൽ അതേ ഗോൾഡ് പോയിന്റ് കിടക്കുന്നു. നമ്മൾ ലെഫ്റ്റിൽ ഒരു ബ്ലാക്ക് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2 ബ്ലാക്കിന്റെ പോയിന്റ്സ് എടുക്കും. അപ്പം ടോട്ടലി 570 BP നമ്മുടെ അക്കൗണ്ട് ബാലൻസിലേക്ക് പോകും. ബാലൻസ് 120 പോയിന്റ് റൈറ്റിൽ കിടക്കും. അടുത്തത് 1:3 റേഷ്യോ. നമുക്ക് റൈറ്റിൽ അതേ തന്നെ ഗോൾഡ് പോയിന്റ്സ് കിടക്കുകയാണ്. ലെഫ്റ്റിൽ നമ്മളൊരു വൈറ്റ് പാക്കേജ് ആണ് ഇട്ടത് 60. അപ്പൊ 3 ടൈം 60 1:3 റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 240 BP നമുക്ക് അക്കൗണ്ട് ബാലൻസിലേക്കും ബാലൻസ് നമുക്ക് 320 പോയിന്റ് റൈറ്റിൽ കിടക്കും. ബോണസ് കിട്ടുന്നത് നമുക്ക് 100% നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോകും. പക്ഷെ അൺബാലൻസ്ഡ് പോയിന്റ്സ് 6 മാസത്തിനുള്ളിൽ എക്സ്പയർ ആവും. എന്ന് പറഞ്ഞാൽ ഏത് മാസമാണോ പോയിന്റ്സ് ജനറേറ്റ് ആകുന്നത് അതിന്റെ അടുത്ത മാസം 5 മാസത്തിനുള്ളിൽ ആ പോയിന്റ്സ് നമുക്ക് അടിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകും. ഈ പർട്ടിക്കുലർ ബോണസ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് 5 AP മാസം വേണം, അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. 5 AP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ്സ്റ്ററിന്റെ ആ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് യൂസർ പൂൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ 4 ടീം മെമ്പറും സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാർട്ടർ പാക്കേജിലെ മിക്സർ പോയി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12 മാസം സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് എല്ലാ മാസവും നമുക്ക് 5 പോയിന്റ് വീതമുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ ക്രൗഡ് ബോണസ് കിട്ടും. പുതിയ ആൾക്കാർക്ക് 90 ദിവസം ഗ്രേസ് പീരീഡ് ഉണ്ട്. ഈ മിനിമം 5 AP അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റിക്വയർമെന്റ് അഫിലിയേറ്റ് റിക്വയർമെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആദ്യത്തെ സ്റ്റാർട്ടർ പാക്കേജിന്റെ അകത്ത് ഓൺടർപ്രണർ ആയിട്ട് നമ്മൾ കയറുവാണെങ്കിൽ ആദ്യത്തെ ബോണസ് ആണ് ക്രൗഡ് ബോണസ്. അതിന്റെ റിക്വയർമെന്റ് ആണ് 5 AP. അടുത്ത ബോണസ് റെസിജ്വൽ ബോണസ്. കമ്പനിയുടെ 40% പ്രോഫിറ്റ് കംപ്ലീറ്റ് നെറ്റ്വർക്കിന് വിധിക്കുകയാണ്. നമ്മുടെ നെറ്റ്വർക്കിന് 7 ലെവലാണുള്ളത്. ടീം ലീഡർ, കോർഡിനേറ്റർ, മാനേജർ, ഡയറക്ടർ, പ്രസിഡന്റ്, സീനിയർ പ്രസിഡന്റ്, അംബാസിഡർ. ഓരോ ലെവലിനും 3 ലെവൽ വെച്ചുണ്ട്. ടീം ലീഡർ 1, ടീം ലീഡർ 2, ടീം ലീഡർ 3, കോർഡിനേറ്റർ 1, കോർഡിനേറ്റർ 2, കോർഡിനേറ്റർ 3. അതുപോലെ എല്ലാ റാങ്കിനും 3 ലെവൽ വീതം. അതുകൊണ്ട് 21 ലെവൽസ് ടോട്ടലി. ഇതിന്റെ റിക്വയർമെന്റ് നമുക്ക് ആക്ടിവിറ്റി റിക്വയർമെന്റ് ഉണ്ട്, നമുക്ക് പോയിന്റ്സ് ഇൻ ബാലൻസും കൂടെ റിക്വയർമെന്റ് ഉണ്ട്. നമ്മുടെ പോയിന്റ്സ് ഇൻ ബാലൻസ് 500 പോയിന്റും നമുക്ക് 5 AP നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ടീം ലീഡർ 1 സ്ഥാനത്തിൽ നമ്മൾ എത്തും. അതുപോലെ തന്നെ പോയിന്റ്സ് കൂടുമ്പോഴത്തേക്കും പോയിന്റ്സ് ഇൻ ബാലൻസ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ റാങ്ക് കൂടും. ഓരോ റാങ്കിനും
ആക്ടിവിറ്റി പോയിന്റ് റിക്വയർമെന്റ് ഉണ്ട്. മാനേജർ 3 വരെ 5 ആക്ടിവിറ്റി പോയിന്റ് റിക്വയർമെന്റ്, ഡയറക്ടറിന് 10 ആക്ടിവിറ്റി പോയിന്റ്, പ്രസിഡന്റിന് 15, സീനിയർ പ്രസിഡന്റ് 20, അംബാസഡറിന് 25 ആക്ടിവിറ്റി പോയിന്റ് റിക്വയർമെന്റ് ആണ്. കമ്പനിയുടെ 40% സെയില് ഈ പെർട്ടിക്കുലർ മാസം 2.1 മില്യൺ യൂറോ ആണ് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോ ഈ 2.1 മില്യൺ ഈ 21 ലെവലില് അവർ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിടും. എല്ലാ മാസവും 15-ാം തീയതി എല്ലാ ടീം ലീഡർ 1-നും ആ 100,000 BP ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. എല്ലാ ടീം ലീഡർ 2-ഉം അവരുടേതായ പൂളുമുണ്ട്, അതിന്റെ അടിയിലുള്ള പൂളും അവർക്ക് ലഭിക്കുന്നതാണ്. ഡയറക്ടർ 3 സ്ഥാനം ആണെങ്കിൽ 12-ാം ലെവൽ ബോണസും ഉണ്ട്, റെസിഡ്യൂൽ ഉണ്ട്, അതിന്റെ അടിയിലുള്ള എല്ലാ പൂളും അവർക്ക് ഷെയർ ഉണ്ട്. ഇത് കമ്പനിയുടെ 40% പ്രോഫിറ്റ് ആണ് നെറ്റ്വർക്കിന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ അപ്ലൈൻ ആന്റണി ഷെത്തലാൻ കഴിഞ്ഞ ഇവന്റിൽ പറയുമായിരുന്നു, ഇന്നത്തെ ഡയറക്ടർ 2 സ്ഥാനം റെസിഡ്യൂൽ ഇൻകം 1 ലക്ഷം രൂപയാണ്. ഇതേ സമയം അടുത്ത കൊല്ലം സെയിം ഡയറക്ടർ 2 സ്ഥാനം 5 ലക്ഷം രൂപയായിരിക്കും റെസിഡ്യൂൽ ഇൻകം ലഭിക്കുക. അതുകൊണ്ട് വളരെ പവർഫുൾ ബോണസ് ആണ് ഇത്. ഓൺടർപ്രണേഴ്സിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റിക്വയർമെന്റ് ആക്ടിവിറ്റി പോയിന്റ് റിക്വയർമെന്റ് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ ബോണസ് നമ്മുടെ ഓൺടർപ്രണറിന് വേണ്ടി. അടുത്ത ബോണസ് മാച്ചിങ് ബോണസ്. ഇത് 10% ബോണസ് നമ്മുടെ പേഴ്സണലി ആരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവര് കച്ചവടം ചെയ്യുമ്പോഴത്തേക്കും അവരുടെ 10% നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെവല് നമ്മളിപ്പോ 5 ആൾക്കാരെ പേഴ്സണലായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ഡയറക്റ്റ് ഹയർ നമുക്കുണ്ടെങ്കിൽ, പിന്നെ again ഇതൊരു ഓൺടർപ്രണറിയൽ ഓൺടർപ്രണർ ആയിട്ട് കയറുവാണെങ്കിൽ മാത്രമേ ഈ ബോണസ് ഉള്ളൂ. അതുകൊണ്ട് ആക്ടിവിറ്റി പോയിന്റ്സ് റിക്വയർമെന്റ് ഉണ്ട്. നമ്മൾ 5% ആൾക്കാരെ കൊണ്ടുവരുന്നു, നമുക്ക് 5 ആക്ടിവിറ്റി പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ലെവൽ നമ്മൾ ആരെയാണ് ഡയറക്റ്റ് കൊണ്ടുവന്ന് അവര് കച്ചവടം ചെയ്യുമ്പോഴത്തേക്ക് അവര് പൈസ ഉണ്ടാക്കുമ്പോൾ അതിന്റെ 10% നമുക്ക് കിട്ടും. നമുക്കിപ്പോ 10 ആൾക്കാർ നമ്മുടെ ടീമിലും പിന്നെ 10 ആക്ടിവിറ്റി പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ഹയറിന്റെ മാത്രമല്ല അവര് കൊണ്ടുവരുന്ന ഡയറക്ടർ ആൾക്കാരുടെ 10% നമുക്ക് കിട്ടും. സെക്കൻഡ് ലെവൽ നമുക്ക് 15 ആൾക്കാരും 15 ആക്ടിവിറ്റി പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ലെവലാണ് 10% കിട്ടുന്നത്. 20 ആൾക്കാരുണ്ടെങ്കിൽ 20 AP ഉണ്ടെങ്കിൽ നമുക്ക് 4-ാം ലെവലിലാണ് നമുക്ക് 10% കിട്ടുന്നത്. 5-ാം ലെവല് 25 ആൾക്കാരും 25 AP ഉണ്ടെങ്കിൽ 5-ാം ലെവൽ വരെ ഡെപ്തിൽ നമുക്ക് 10% കിട്ടുകയാണ്. അൺബിലീവബിൾ 3 ബോണസുകളാണ് നമുക്ക് ഓൺടർപ്രണറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. വെരി വെരി പവർഫുൾ ബോണസുകൾ. പിന്നെ അടുത്തത് സ്ട്രീം ലൈൻ ബോണസ്. ഈ ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി എത്ര ആൾക്കാരെ കൊണ്ടുവന്നു, കമ്പനിയിൽ എത്ര ആൾക്കാരെ ജോയിൻ ചെയ്ത് നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏത് പാക്കേജ് ആണ് അത് 3-മാണ് കമ്പനി ചെക്ക് ചെയ്യണം. ഈ ലോകത്തെ ആദ്യത്തെ ബോണസ് ആണ്. നമ്മൾ ഒരാളെ പോലും നമ്മൾ ചേർത്തില്ലെങ്കിൽ നമുക്ക് ബോണസ് ലോയൽറ്റി പോയിന്റ്സ് നമുക്ക് കിട്ടണം. ആദ്യത്തെ ലെവല് ഫ്രീ ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞിട്ട് 250 ആൾക്കാർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ വെള്ള പാക്കേജിലാണെങ്കിൽ നമുക്ക് 1.25 ലോയൽറ്റി പോയിന്റ്സ് എല്ലാ ബുധനാഴ്ചയും നമുക്ക് കളക്ട് ചെയ്യാം. 20 ലെവലുണ്ട് സ്ട്രീം ലൈൻ ബോണസിന്. നമ്മുടെ ടീമിന്റെ മെമ്പേഴ്സ് കൂടുമ്പോൾ അവരുടെ പാക്കേജ് കൂടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലോയൽറ്റി പോയിന്റ്സ് നമ്മൾ ഏൺ ചെയ്യുന്ന കൂടുവാണ്. വെരി പവർഫുൾ ബോണസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതെടുക്കുവാണെങ്കിൽ എന്റെ ടീമില് 37 ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് 14 ആൾക്കാർ ബ്ലാക്ക് പാക്കേജിലാണ്. എനിക്ക് അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് 2 മില്യൺ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 22 മില്യൺ ആൾക്കാരായി. അപ്പൊ അത് ഞാൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എല്ലാ ആഴ്ചയും 375 ലോയൽറ്റി പോയിന്റ് ആണ് എനിക്ക് കിട്ടുന്നത്. എന്റെ ടീമിൽ എല്ലാവരും 15 ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്ത് മിനിമം മിനിമം ഗോൾഡ് ഉണ്ടെങ്കിൽ എനിക്ക് അപ്പൊ ഇത് 2.5 മില്യൺ ആൾക്കാർ ഞാൻ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ക്വാളിഫൈ ആയി. എനിക്ക് 500 ലോയൽറ്റി പോയിന്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇത് ബിസിനസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്യുക, അവരെ വളർത്തുക. അൺബിലീവബിൾ ബോണസുകളാണ് നമുക്ക് കമ്പനി നമുക്ക് തരുന്നത്. നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് റീസർച്ച് നടത്തിയിട്ട് നമ്മ ക്രൗഡ് വണ്ണിലേക്ക് ചേരാവൂ. കമ്പനി നമുക്ക് വേണ്ടിയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. കമ്പനിയുടെ വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ എല്ലാവർക്കും സസ്റ്റൈനബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നൽകാൻ വേണ്ടിയാണ് കമ്പനിയുടെ വിഷൻ. നമുക്ക് ഒരുമിച്ച് 100 മില്യൺ മെമ്പേഴ്സ് ആകാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. എൻ്റെ പേര് ജോർജ് ഈപ്പൻ, സൈനിങ് ഓഫ്. Crowd One. Impossible is nothing. Thank you.